Hi guys, welcome back to another video. So new journey, new contract, back to ship again. അപ്പോൾ ഇന്നെൻ്റെ ജോയിനിങ് ആണ്. അപ്പോൾ നോർമലി എങ്ങനെയാണ് മർച്ചൻ്റ് നേവിയിലുള്ള ഒരു ഷിപ്പ് ജോയിൻ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ്. മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ചെന്നൈയിലെത്തിയപ്പോൾ ഏർലി മോർണിംഗ് ആയി. അങ്ങനെ ക്യാബ് ഡ്രൈവർ വിളിച്ചു, എൻട്രൻസിലെത്തിയിട്ടുണ്ട്, ഇനി ഹോട്ടലിലോട്ട് ഡ്രോപ്പ് ചെയ്യും. സോ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. അപ്പോൾ ഡോറിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ പീകോട്ട് ടവർ, ബാത്റൂം ആൻഡ് ഓൾ. ഓക്കെ, പിന്നെ ടി വി, കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. ആൻഡ് യെസ് ഓഫ് കോഴ്സ് ബെഡ്. പിന്നെ വ്യൂ അത്ര പോരാ, ഒരു മതില അപ്പുറത്തെ വീട്ടില്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ റൂം. ആൻഡ് ഇനിയുള്ള പരിപാടി കമ്പനിയിലോട്ട് പോകണം, എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങണം. സോ എവറിത്തിങ് ഇസ് വിത്ത് ദം, പാസ്പോർട്ട്, കോൺട്രാക്ട് ലെറ്റർ, എവറിത്തിങ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്ന് ആൻഡ് ടുഡേ നൈറ്റ് ഫ്ലൈറ്റ് ടു മലേഷ്യ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇനിയുള്ള പരിപാടി കമ്പനിയിലോട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് തിങ് ഫോർമൽസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് ഫോർമൽസിലോട്ട് ചേഞ്ച് ചെയ്തു. ഇനിയുള്ള പരിപാടി ലഞ്ച് കഴിക്കണം, കമ്പനി പോകണം, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങണം. അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് തന്നിരിക്കുന്നത് ചെന്നൈ ടു കോലാലംപൂർ, മലേഷ്യ. അപ്പോൾ ഷിപ്പ് വരുന്നത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ചിലപ്പോൾ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ അതൊക്കെ എന്താണെന്ന് ചോദിക്കണം, പ്ലാൻ എന്താണെന്ന് അറിയണം. അങ്ങനെ ഫുഡ് കഴിച്ചു, ഇനി നേരെ കമ്പനിയിലോട്ട്. അപ്പോൾ കമ്പനി ഓഫീസ് ഉള്ളത് ഈ ബിൽഡിങ്ങിലാണ്, ഒളിമ്പിയ സൈബർ സ്പേസ്. അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തു. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാണ്, ഇനി ബാക്ക് ടു ഹോട്ടൽ. സോ ഗൈസ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടി, എല്ലാം ഓക്കെയാണ്. ഇനി നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹോങ്കോങ് പോകും, ഹോങ്കോങ് ടു വിയറ്റ്നാം, വിയറ്റ്നാം എന്നായിരിക്കും സൈൻ ഓൺ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ക്യാബ് വരും, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എയർപോർട്ട് ഫിറ്റ് ചെക്ക്. താഴെ ഇപ്പോൾ ക്യാബ് വന്നിട്ടുണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ബാഗ് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. സോ ഇതൊക്കെ കൊണ്ട് താഴെ പോകണം. ആൻഡ് ഐ വിൽ ബി ഗോയിങ് ടു ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുക. ഇനിയും 1 hour കൂടെ ഉണ്ട് ബോർഡിങ്ങിന്. സോ ഇപ്പോൾ അത് ഹിറ്റായി തുടങ്ങി, ലൈക്ക് വീട് വിട്ട് പോവുകയാണ്. ഇനി കുറച്ച് നാൾ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഷിപ്പിൽ കൂടെ ആയതുകൊണ്ട് ഇനി എനിക്ക് തോന്നുന്നു ലോങ് സെയിലിംഗ് ആണ്, കര കാണുന്നത് തന്നെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും, പറയാൻ പറ്റില്ല. സോ ഇത് കഴിഞ്ഞ് ഇനി ഹോങ്കോങ് ടു വിയറ്റ്നാം. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ഗോയിങ് ടു ഹോങ്കോങ്. അങ്ങനെ ഹോങ്കോങ് എത്തി. ഇനി അപ്പോൾ കുറച്ച് എയർപോർട്ട് എസ്തെറ്റിക്സ് ആവാം. സോ ഗൈസ് അങ്ങനെ ഹോങ്കോങ് എയർപോർട്ട് എത്തി, ഇന്ത്യ വിട്ടു. ആക്ച്വലി ഹോങ്കോങ് എയർപോർട്ട് ദിസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഓൾസോ ഫെസിലിറ്റീസ് ആണെങ്കിലും വൺ ഓഫ് ദി ടോപ്പ് ടിയർ എയർപോർട്ട്സ് ഐ ഹാവ് എവർ സീൻ. പിന്നെ ഇവിടെ ഐ തിങ്ക് ഇറ്റ്സ് മൈ 5th time കമ്മിങ് ഹിയർ. സോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞാൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കും. ഇവിടെ വന്നാലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ
ഒരു 8 hours മിനിമം ഡിലേ ആണ്. ലൈക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി. ഇപ്പം ഞാൻ വന്നത് 9 o'clock-നാണ്. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് 4 o'clock-ന് വൈകിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് ഐ ഗോ വെയിറ്റ് നിയർ ദി ബോർഡിംഗ് ഗേറ്റ്. പിന്നെ ഈ ഷോപ്പ് ഇതെനിക്ക് മസ്റ്റ് വിസിറ്റ് ഇവിടെ വരുമ്പോൾ. പോക്കിമോൻ ലവേഴ്സിന് ഇത് ഹെവനാ. പിന്നെ ഇത് ഇന്ത്യയിൽ ഈ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ ഈ പോക്കിമോൻ കാർഡ്സിന്റെ സ്കേർസിറ്റി കാരണം. എന്നാലും ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്ന പണിയല്ല. ഇവനാണ് എൻ്റെ ഫേവറേറ്റ് പോക്കിമോൻ, ഗംഗാർ. അങ്ങനെ ബോർഡിംഗ് സ്റ്റാർട്ടായി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹോച്ചിമിൻ സിറ്റി, വിയറ്റ്നാം. ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തി, ഹോച്ചിമിൻ സിറ്റി, വിയറ്റ്നാം. അങ്ങനെ പിക്ക് ചെയ്യാൻ ഡ്രൈവർ വന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല സൈൻ ഓൺ ചെയ്യുന്നത്, എൻ്റെ കൂടെ 3 പേരുണ്ട്: ചീഫ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ, ഡെക്ക് കാഡറ്റ്. അങ്ങനെ ഹോട്ടലിലെത്തി, ബാഗൊക്കെ വെച്ചു. പിന്നെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് ഡക്ക് ബ്രസ്റ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് സ്മൂത്തി. അങ്ങനെ റൂമിലെത്തി, ഫുഡ് കഴിച്ചു. ഇറ്റ് വാസ് ഡെലിഷ്യസ്. പിന്നെ പ്ലാന് നാളെ രാവിലെ 11 മണിക്ക് ഏജൻറ്റ് വരും ഷിപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടുത്തെ 10 മണിയായി നൈറ്റ്. സോ നേരത്തെ എണീക്കുകയാണെങ്കിൽ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോവും. പിന്നെ വല്ല ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ റൂം കാണിച്ചു തരാം. സോ ഇതാണ് റൂം. കയറി വരുമ്പോൾ തന്നെ ആസ് ഓൾവേസ് ബാത്റൂം ആൻഡ് ഓൾ. ഇവിടെ ബാത്ത് ടബ് ഉണ്ട്. പിന്നെ ബെഡ്. ഇത് ആക്ച്വലി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ലെങ്ത് കറക്റ്റ് ആവില്ല, ഇങ്ങനെ കിടന്നാൽ കറക്റ്റ്. പിന്നെ നത്തിങ് മച്ച്, സിമ്പിൾ റൂം. ഇവിടുത്തെ വ്യൂ കൊള്ളാം. സോ മോർണിംഗ് ആയി, ഇനി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡ് ടോസ്റ്റ്, ബേക്കൺസ്, പിന്നെ ഒരു ഓംലെറ്റ്. അങ്ങനെ അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി, ജസ്റ്റ് സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാനും. പിന്നെ ഈ സ്ട്രീറ്റിൽ ഫുൾ ഇലക്ട്രോണിക്സ് ആയിട്ട്, അപ്പോൾ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാനും, പിന്നെ വിലയൊക്കെ നോക്കാനും, നമ്മുടെ അവിടുത്തെ കണക്കാണോ അതോ കുറവാണോ എന്നൊക്കെ നോക്കാനും വേണ്ടി ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങി. അങ്ങനെ ഗൈസ് റൂമിലോട്ട് തിരിച്ചെത്തി. അപ്പോൾ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ പോയില്ല, കാരണം ഇതങ്ങനെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഏരിയ ഒന്നുമല്ല. മെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോച്ചിമിൻ സിറ്റി, ഇന്നലെ വന്നിറങ്ങിയ സ്ഥലം. സോ ഇവിടെ നിന്ന് അവിടെ പോകാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ, 2 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് പറ്റില്ല, കാരണം 1 hour ഇനി ഏജൻറ്റ് വരും ഡ്രോപ്പ് ചെയ്യാൻ ഷിപ്പിലോട്ട്. സോ ബാക്ക് ടു ഷിപ്പ് അഗെയിൻ. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പഴയ ആ ഒരു ഇതൊക്കെ ഹിറ്റ് ചെയ്ത് തുടങ്ങി, കാരണം കുറച്ച് നാൾ പണിയൊന്നും എടുക്കാതിരുന്നപ്പോൾ ആ ഒരു ടച്ച് അങ്ങ് കിട്ടുമല്ലേ. ഇനി അതൊരു 2 പോർട്ടൊക്കെ കഴിയുമ്പോൾ സെറ്റായി വരും. അപ്പോൾ ഒരു 1 hour ഏജൻറ്റ് വരും, എന്നിട്ട് കോൾ ചെയ്യും, താഴെ ലോബിയിൽ പോവും, ആൻഡ് ബാക്ക് ടു ഷിപ്പ്. സോ ഫൈനലി ഷിപ്പിലെത്തി. ഇനി ഹാൻഡ് ഓവർ ടേക്ക് ഓവർ ഉണ്ട് പഴയ തേർഡ് ഓഫീസറിൻ്റെ അടുത്ത് നിന്ന്. സോ ഇനി ബോയിലർ സ്യൂട്ട് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഹാൻഡ് ഓവർ ടേക്ക് ഓവറിന് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി സൈൻ ഓൺ ഒക്കെ നടക്കുന്നത്. ആൻഡ് പോർട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർ വിചാരിക്കും എപ്പോഴും ഒരേ പോർട്ടിൽ നിന്നായിരിക്കും സൈൻ ഓൺ എന്ന്, കാരണം ലാസ്റ്റ് 3 ഷിപ്സ് ഞാൻ സൈൻ ഓൺ ചെയ്തത് ജപ്പാൻ എന്ന ടോക്കിയോ. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ വിചാരിക്കുന്നത് എല്ലാ സൈൻ ഓണും ടോക്കിയോ എന്നാണെന്ന്, പക്ഷെ അല്ല. ഇപ്പോൾ ഞാൻ സൈൻ ഓൺ ചെയ്തത് വിയറ്റ്നാം. സോ ഇറ്റ് ചേഞ്ചസ്. ചിലപ്പോൾ ഇന്ത്യയിൽ ഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ സൈൻ ഓൺ ചെയ്യും. അപ്പോൾ ഇനിയുള്ള പരിപാടി തേർഡ് ഓഫീസറിൻ്റെ നിന്ന് ഹാൻഡ് ഓവർ ടേക്ക് ഓവർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തേർഡ് ഓഫീസർ നാളെ രാവിലെ പോകും. അപ്പോഴേ എനിക്ക് എൻ്റെ ഡെസിഗ്നേറ്റഡ് തേർഡ് ഓഫീസർ ക്യാബിൻ കിട്ടും. അതുവരെ ഇപ്പോൾ വേറൊരു ക്യാബില്ല സ്റ്റേ. അപ്പോൾ ഇനി ബോയിലർ സ്യൂട്ട് ചേഞ്ച് ചെയ്ത് നേരെ ഹാൻഡ് ഓവർ ടേക്ക് ഓഫ്. സോ ബാക്ക് ടു ബോയിലർ സ്യൂട്ട്.
അപ്പോൾ ഇനി ഞാൻ എൻ്റെ കേക്ക് പറയട്ടെ, എന്നിട്ട് അത് തേർഡ് ദിവസം റിലീവ് ചെയ്യണം. സോ അതാണ് നോർമൽ ടിപ്പിക്കൽ മർച്ചൻ്റ് നേവിയിലെ സൈൻ ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ. പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിലോ ഡു മെൻഷൻ ഇൻ ദി കമൻറ്റ്സ് ആൻഡ് ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബോൺ വൈച്ച്.